ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ രാത്രിയിൽ ഒരു അച്ചാറിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഒരുങ്ങിയേക്കാണ്. ബീഫ് അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് ബീഫ് ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഒരു 3/4 വേവാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ചെറുതായി വാടിപ്പോയി ഗായ്സ്. നമ്മളുടെ വീട്ടിൽ കറിവേപ്പില ഇല്ല, അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പോൾ അത് ചെറുതായിട്ട് വാടിപ്പോയി, 2 ദിവസമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വാട്ടമുണ്ട്, ഈ വെയിലിൻ്റെ ചൂടുമല്ലേ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക്, മീറ്റ് മസാല, ഉപ്പ്, കായപ്പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം ഗ്യാസ് കത്തിച്ച് എണ്ണയൊന്ന് ചൂടാകാൻ വെക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് അതിൻ്റെ അകത്തുള്ള ഈർപ്പം നല്ലോണം വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അച്ചാറിന് എപ്പോഴും വെളിച്ചെണ്ണ പറ്റില്ല, സൺഫ്ലവർ ഓയിലാണ് ചെയ്യേണ്ടത്. ആദ്യം വെളിച്ചെണ്ണയിലൊക്കെ ചെയ്താൽ അച്ചാർ കാറിപ്പോകും, നമുക്ക് കുറച്ച് എടുത്ത് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് എടുക്കുന്നത്, ഒരു സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആ ബീഫ് ഇട്ടിട്ട് നന്നായി ഒന്ന് അതിൻ്റെ അകത്തുള്ള ഈർപ്പൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് അധികം അങ്ങ് കരിമുരാന്നങ്ങ് കടിച്ചാൽ പൊട്ടാത്ത വിധത്തിലാകും വേണ്ട, എന്നാൽ കുറച്ച് നല്ലോണം അതിൻ്റെ അകത്തുള്ള വെള്ളം മുഴുവനും വറ്റുന്നത് വരെ നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എണ്ണ ഒന്ന് ചൂടാകട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ ബീഫ് ഞാൻ ഇട്ട് കൊടുക്കാം. വെള്ളമുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ബീഫ് ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് ഈ ബീഫിനെ ഞാൻ വേവിച്ചെടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മൊരിയുന്നത് വരെ നമുക്ക് നല്ലത് തന്നെയാണ് കത്തിക്കുന്നത്. നല്ല സ്ലോയിലാക്കിയിട്ടില്ല. ഇപ്പം ബീഫൊന്ന് മുരിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് നല്ലോണം അതിൻ്റെ അകത്തുള്ള വെള്ളം വറ്റിയില്ലെങ്കിൽ അച്ചാർ കുറച്ച് ദിവസം എടുത്തു വെക്കുന്നതല്ലേ, കുറച്ച് ദൂരത്തേക്ക് കൊടുത്തു വിടുന്നതാണ് മോന് വേണ്ടിയിട്ട്. അപ്പം അത് കേടായി പോകും, നല്ലോണം വെള്ളം ഈർപ്പം വറ്റി പോന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം എണ്ണ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഒരു കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമുക്കത് ഒഴിവാക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ബാക്കി വരുന്ന ഓയിൽ നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും അതൊക്കെ വറുത്ത് കോരിയെടുക്കാം. അതിൽ തന്നെ നമ്മൾ അച്ചാർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഓയിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ബീഫിങ് കോരി എടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ആ എണ്ണ കരിഞ്ഞതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ എണ്ണ തന്നെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ബീഫൊക്കെ കോരി പറഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ആ ചട്ടിയിൽ നമ്മൾ ആ എണ്ണേനെയൊക്കെ ഒഴിവാക്കി വേറെ പാത്രത്തിലേക്കാക്കി ഇപ്പോൾ ആ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ അകത്ത് ഈ സാധനങ്ങളൊക്കെ വറുത്ത് കോരി എടുക്കണം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് പെട്ടെന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോഴത്തേക്ക് നമ്മളെ പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചിയും കൂടി വേണം, പക്ഷേ മോന് ഇഞ്ചി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഞ്ചിയിൽ ഞാൻ ഇതിന് തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വെളുത്തുള്ളി കുറച്ച് നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അതൊന്ന് പച്ചമുളകും വാടി വന്നപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ എല്ലാത്തിനും ഇടുന്നത് ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ നന്നായി എണ്ണയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കാശ്മീരി ചില്ലി, തീ സിമ്മിലിട്ടിട്ടാണ് ഞാനിതൊക്കെ ഇടുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ആ എണ്ണ കിടന്ന് നന്നായി ഒന്ന് മൂക്കട്ടെ. ഒക്കെ റെഡിയായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ പൊരിച്ച് കോരി വെച്ച ബീഫിനെ ഇട്ട് കൊടുത്തു. തീ സിമ്മിലാണ് ഇപ്പോഴൊക്കെ ഇട്ട് വെച്ചത്. ഒന്ന് സെറ്റാകട്ടെ. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി കുറുകി വരണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അച്ചാർ കേടായി പോകും. ഉപ്പില്ല. അപ്പം നമ്മൾ ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പക്ഷേ മറ്റുള്ള പൊടികളൊക്കെ ഇട്ടുകൊണ്ട് അതിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത്തിരി കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് അച്ചാർ ഇടുന്നത്. എല്ലാവരും ഓരോരുത്തർ അവരുടേതായ രീതിയിലാണല്ലോ ഇത്. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് നമുക്കൊരു ഭരണിയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ രാത്രി ഇട്ട് വെച്ചിട്ട് ഇതാ ഞാൻ അത്താഴം വയ്ക്കാൻ ചപ്പ് എടുത്ത് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഭരണിയിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ അച്ചാറിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒക്കെ ഡപ്പയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.